ഹായ് ആമീസ്, ജെയ്ക്കിന്റെ പുതിയ ഡേറ്റിംഗ് റൂമറിനെ കുറിച്ചൊക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. കാര്യമായിട്ടൊന്നുമില്ല, എപ്പോഴത്തെയും പോലെ തന്നെ സാധാ ഒരു ഡേറ്റിംഗ് റൂമർ. പക്ഷെ ഇപ്രാവശ്യം ചിലർക്ക് അങ്ങോട്ട് കൊണ്ട് ആർക്ക് ജെയ്ക്കിന്റെ ഹസ്ബൻഡും ബോയ് ഫ്രണ്ടൊക്കെയാണെന്ന് വിചാരിച്ചിരിക്കുന്ന ചിലർക്ക് പിന്നെ ഫോട്ടോ വലിച്ചു കീറലായി കരച്ചിലായി. എന്തിനാ ഇങ്ങനെയൊക്കെ വികാരഭരിതരാവണത്? ഈ റൂമറൊക്കെ പറഞ്ഞു പരത്തുന്നവരെ വിൻകുക്ക് ഷിപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് രമണ, എസ്പ എന്ന ഗ്രൂപ്പിലെ വിൻജറും നമ്മുടെ ജെയ്ക്കയും ഡേറ്റിംഗിലാണെന്നാണ് വിൻകുക്ക് ഷിപ്പേഴ്സ് പറയുന്നത്. വെറുതെ പറയണല്ലോട്ടതൊന്നും, ഇതിനൊക്കെ നല്ല തെളിവുകളുണ്ട്. ഒരേപോലത്തെ ഫോൺ കേസ്, നെയിൽ ആർട്സ്, ഇനിയർ മോണിറ്റേഴ്സ്, ഒരേപോലത്തെ ഡ്രസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. അപ്പൊ ആർമീസ്, ഒരേപോലത്തെ സാധനങ്ങൾ രണ്ടുപേരിട്ടാൽ അവർ തമ്മിൽ ലവ് ആണ്. നോട്ട് ദ പോയിന്റ്. അവരൊരുമിച്ച് ജപ്പാനിലുണ്ടായിരുന്നു എന്നും ഈ എസ്പെന്റെ ഗാനമേള ജങ്കുക്ക് കാണാൻ പോയെന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ ഇതിനേക്കാളും ഡീസന്റ് ആണ്. അതൊക്കെ പോട്ടെ, ഈ ഇഷ്യൂ ഇപ്പൊ പൊങ്ങി വരാൻ കാരണം ഈ വീഡിയോ ആണ്. ലേറ്റർ ഇതൊരു AI ജനറേറ്റഡ് വീഡിയോ ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ ആണ് ഇങ്ങനെ ആക്കിയത്. ആ ചെറുക്കന് ഇത്തിരി സമാധാനം സ്വസ്ഥതയും ആരെങ്കിലും കൊടുക്കുവോ? പിന്നെ ജങ്കുക്കാണെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന വീഡിയോ ഏറെക്കുറെ ഈ കിങ്ങിണി മോന്റേതാണ്. ഞങ്ങളുടെ കൂക്കിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി നടക്കാതെ കേറിപ്പോടാ. ഇനിയിപ്പോ ഇതൊന്നും പോരാഞ്ഞിട്ട് വീട് കുത്തി തുറക്കാൻ പോയിന് 2 പോയിന്റുകൾ. കണക്ക് കൂട്ടി കുത്തി തുറക്കാൻ നോട്ട് പാഡും കൊണ്ട് വന്നിരിക്കുക ചാക്കോമാഷിന്റെ മക്കള്. സ്യൂട്ട് കേസ് ഒക്കെ ഉണ്ട്, ചെന്ന് കേറിക്കൂടെ. ഗെയിം കളിച്ചോണ്ടിരിക്കാവും, മൗസ് കൊണ്ട് ഏറിട്ടാണ് നോക്കിക്കോ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഇതിങ്ങടൊക്കെ തലയിൽ ചെകിരിച്ചോറാണോ? വിന്ററോ സമ്മറോ എന്ത് തേങ്ങയായാലും വേണ്ടില്ല, ഒന്ന് കെട്ടി കണ്ടാ മതിയായിരുന്നു. കുറെ പേരെന്തായാലും കുറ്റം പറഞ്ഞു പോകും, പക്ഷെ ഉള്ളു തട്ടി സ്നേഹിക്കുന്നവരൊക്കെ നിൽക്കും. ജാക്കിക്ക് കുറച്ച് സമാധാനം കിട്ടും എന്നൊക്കെയാണ് എന്റെ ഒരു ഇത്. അപ്പൊ ഓക്കെ ഗൈസ്, വീണ്ടും സന്ധിക്ക് വരേക്കും വണക്കം.